പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നാടൻ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. ഒരു പൂവൻകോഴിയാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ അച്ചാച്ചനാണ് അതിനെ റെഡിയാക്കുന്നത്. അതിൻ്റെ പപ്പും പൂടയൊക്കെ പറിച്ച് കളഞ്ഞ് അതിനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം അതിനെ നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കിയെടുത്ത് നമുക്ക് കറി വെക്കാം. അപ്പം നമ്മുടെ കോഴിയെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് നമ്മളിതിനെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതായത് കണ്ടോ, ഇതിൻ്റെ നെയ്യൊക്കെ കണ്ടോ. അപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കോഴിക്കറി വെക്കാനുള്ള പരിപാടികൾ നോക്കാം. നമ്മുടെ നാടൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ചിക്കൻ പീസാക്കി വെച്ചിരിക്കുന്നത് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ പോവാണ്. നമ്മുടെ പൂവൻകോഴി വളരെ ചെറിയ ചെറിയ പീസുകളാണ് ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് വേകാനുള്ള താമസം കൊണ്ട്. എത്ര കിലോ ആണ് ഇത്? 3 കിലോ ആണ് അല്ലേ? ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോഴേ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങി. ചൂടടിച്ചപ്പോഴേ വെള്ളം ഇറങ്ങാൻ തുടങ്ങി അല്ലേ? എന്തോ ഇതിനകത്ത് നെയ്യ് ഇറങ്ങി. നെയ്യെല്ലാം ഇറങ്ങി കേട്ടോ. ഈ നാടൻ കോഴി ആയതുകൊണ്ടാണ് ഇത് കറുത്തത് അല്ലേ അമ്മേ? ചിക്കൻ വഴറ്റി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഉരുളിയിലേക്ക് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം 2-3 ചെറിയ കഷ്ണം പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടതാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഉള്ളി ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടുവാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു ചീനച്ചട്ടിയിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് ചൂടാക്കി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുവാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി മല്ലിപ്പൊടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുവാണ്.
വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ കുക്കറിലൊന്നും ഇടും അല്ലേ അമ്മേ? കുക്കറിനകത്ത് ഒരു 2 വിസിൽ വരണം, അല്ലേ ഇത് വേഗത്തില്ല. ഇത് നാടൻ കോഴി ആയതുകൊണ്ട് ഇതിന് നല്ല വേവുണ്ട്. അതുകൊണ്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ഈ കുക്കറിനകത്തിട്ട് ഒരു 2 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിനകത്ത് വെള്ളം ഇറങ്ങാനില്ലല്ലേ അമ്മേ? ഇല്ല, ഇനി ഇറങ്ങാനില്ല. ഇതിനകത്ത് വെള്ളം ഇറങ്ങാനില്ലാത്തത് കൊണ്ട് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് അടച്ചു വെക്കാം. നമുക്ക് ഉരുളി കഴുകി ഇതിനകത്ത് ഒഴിക്കാം. കുക്കർ 2 വിസിലടിച്ച് ഓഫാക്കി വെച്ചിരിക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ ആവിയൊക്കെ പോയി നമ്മളൊന്ന് തുറന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നല്ലേ. നമുക്ക് ഉരുളിക്കകത്തോട്ടിടാം അല്ലേ. നമുക്ക് ഈ ഉരുളിക്കകത്തോട്ട് ആ ചിക്കൻ കറി ഇടാം. അപ്പം നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയും കുരുമുളക് പൊടി ഇടണോ അമ്മേ? ഇച്ചിരി ഗരം മസാല, ഇച്ചിരി ഒരല്പം കറിവേപ്പില മാത്രം. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് ഒരു ശകലം ഗരം മസാലപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് വാങ്ങാം. പിന്നെ നമ്മൾ കപ്പയും കൂടെ വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാം അല്ലേ. അപ്പം നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി. കുക്കറിലിട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് നല്ലപോലെ വെന്തു. ചിക്കനായിട്ട് കറിവേപ്പില മതി. കറിവേപ്പില, ഏറെ കറിവേപ്പില. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.